യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് അയച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയത്തിൽ ഇന്ത്യൻ എംബസി അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. ഒപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും അദ്ദേഹം കത്ത് അയച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമന ഭരണകൂടവുമായി സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. നിമിഷപ്രിയയുടെ കുടുംബവുമായും അദ്ദേഹം ബന്ധപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. യമനിലെ പ്രമുഖ മതനേതാവായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദുമായി കാന്തപുരം ആശയവിനിമയം നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. മോചനദ്രവ്യം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള സാധ്യതയാണ് കാന്തപുരം ആരാഞ്ഞത്. ചാണ്ടി ഉമ്മന് MLAയുടെ അഭ്യർത്ഥന പ്രകാരമാണ് വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടിരിക്കുന്നത്. ഇടപെടൽ മർക്കസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. പാലക്കാട്, മലപ്പുറം ജില്ലകളില് അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ആശുപത്രിയിലെ ചികിത്സയിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. രോഗികളോടൊപ്പം സഹായിയായി ഒരാൾ മാത്രമേ പാടുള്ളൂ. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ബീഹാറിൽ വീണ്ടും വെടിയേറ്റ് മരണം. പട്നയിൽ അജ്ഞാത സംഘം അഭിഭാഷകനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ജിതേന്ദ്ര മഹാതോ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്ഥലത്ത് നിന്ന് 3 കാലിഷെല്ല് കണ്ടെടുത്തു. പട്നയിലെ സുൽത്താൻഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും 300 മീറ്റർ അകലെയാണ് വെടിവെപ്പുണ്ടായത്. പതിവ് സ്ഥലത്ത് ചായ കുടിച്ച ശേഷം മടങ്ങുമ്പോഴാണ് ജിതേന്ദ്ര മഹാതോ കൊല്ലപ്പെടുന്നത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാഴ്ചക്കിടയിൽ പട്നയിൽ നടന്ന 3ാമത്തെ സംഭവമാണിത്. ഷെയൻ നിഗം നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ബൾട്ടിയുടെ ക്യാരക്ടർ ലുക്ക് ഗ്ലിംപ്സ് വീഡിയോ റിലീസ് ചെയ്തു. സംവിധായകൻ അൽഫോൺ പുത്രന്റെ കഥാപാത്രമാണിത്. സോഡ ബാബു എന്ന കഥാപാത്രത്തെയാണ് അൽഫോൺസ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളത്തിന്റെ പ്രിയ സംവിധായകനായി മാറിയ അൽഫോൺസ് പുത്രന്റെ തികച്ചും വേറിട്ട പ്രകടനമാകും ബൾട്ടിയിലേതെന്നാണ് വീഡിയോ നൽകുന്ന സൂചന. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ രേഖ പുറത്ത്. റവാഡ ചന്ദ്രശേഖരന് എതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടതായി രേഖ വ്യക്തമാക്കുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം 1995 ജനുവരി 30 നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണ് പുറത്തുവന്നത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ രോഗബാധ കണ്ടെത്തിയ സാഹചര്യത്തിൽ 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, വയനാട് എന്നീ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിപ്പ ലക്ഷണങ്ങളോട് കൂടിയ പനി, മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യണം. CPIM നേതാവ് PK ശശിയെ കടന്നാക്രമിച്ച് CPIM ജില്ലാ കമ്മിറ്റി അംഗം PM ആർഷോ. ബിലാലായത് മേരി ടീച്ചർ ചോറ് കൊടുത്തിട്ടെന്ന് പരിഹാസം. ആ ചോറ് തിന്ന് സായിപ്പ് ടോണിയായി വന്നാൽ മുട്ടിന്റെ ചിരട്ട കാണില്ല. മേരി ടീച്ചർക്ക് ഇവിടെ വേറെയുമുണ്ട് മക്കൾ എന്നും PM ആർഷോ മുന്നറിയിപ്പ് നൽകി. CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതികരണം. തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ 3 പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ശ്രീചിത്ര ഹോം. 2 സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടി നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ ഗവർണർക്ക് തിരിച്ചടി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. ചാൻസലറായ ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. താത്കാലിക VC നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. കുവൈത്തിലെ സബാഹ് അൽ സലേമിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ വൻ ചാരായ നിർമ്മാണശാല കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പൊതുസുരക്ഷ വിഭാഗം നടത്തിയ പരിശ്രമത്തിലാണ് ഈ രഹസ്യ ചാരായ നിർമ്മാണശാല കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവാസി അറസ്റ്റിലായി. സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്ന വീട്ടിൽ ഏഷ്യൻ പൗരന്മാരുടെ ആവർത്തിച്ചുള്ള സന്ദർശനം ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ നിരീക്ഷണം ആരംഭിക്കുകയായിരുന്നു.
കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ രേഖ പുറത്ത്. റവാഡ ചന്ദ്രശേഖരന് എതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടതായി രേഖ വ്യക്തമാക്കുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം 1995 ജനുവരി 30 നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണ് പുറത്തുവന്നത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ രോഗബാധ കണ്ടെത്തിയ സാഹചര്യത്തിൽ 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, വയനാട് എന്നീ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിപ്പ ലക്ഷണങ്ങളോട് കൂടിയ പനി, മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യണം. CPIM നേതാവ് PK ശശിയെ കടന്നാക്രമിച്ച് CPIM ജില്ലാ കമ്മിറ്റി അംഗം PM ആർഷോ. ബിലാലായത് മേരി ടീച്ചർ ചോറ് കൊടുത്തിട്ടെന്ന് പരിഹാസം. ആ ചോറ് തിന്ന് സായിപ്പ് ടോണിയായി വന്നാൽ മുട്ടിന്റെ ചിരട്ട കാണില്ല. മേരി ടീച്ചർക്ക് ഇവിടെ വേറെയുമുണ്ട് മക്കൾ എന്നും PM ആർഷോ മുന്നറിയിപ്പ് നൽകി. CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതികരണം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് അയച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയത്തിൽ ഇന്ത്യൻ എംബസി അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. ഒപ്പം വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും അദ്ദേഹം കത്ത് അയച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര് യമന് ഭരണകൂടവുമായി സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. നിമിഷപ്രിയയുടെ കുടുംബവുമായും അദ്ദേഹം ബന്ധപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. യമനിലെ പ്രമുഖ മതനേതാവായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദുമായി കാന്തപുരം ആശയവിനിമയം നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. മോചനദ്രവ്യം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള സാധ്യതയാണ് കാന്തപുരം ആരാഞ്ഞത്. ചാണ്ടി ഉമ്മന് MLAയുടെ അഭ്യർത്ഥന പ്രകാരമാണ് വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടിരിക്കുന്നത്. ഇടപെടൽ മർക്കസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. പാലക്കാട്, മലപ്പുറം ജില്ലകളില് അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ആശുപത്രിയിലെ ചികിത്സയിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. രോഗികളോടൊപ്പം സഹായിയായി ഒരാൾ മാത്രമേ പാടുള്ളൂ. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ബീഹാറിൽ വീണ്ടും വെടിയേറ്റ് മരണം. പട്നയിൽ അജ്ഞാത സംഘം അഭിഭാഷകനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ജിതേന്ദ്ര മഹാതോ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്ഥലത്ത് നിന്ന് 3 കാലിഷെല്ല് കണ്ടെടുത്തു. പട്നയിലെ സുൽത്താൻഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറും 300 മീറ്റർ അകലെയാണ് വെടിവെപ്പുണ്ടായത്. പതിവ് സ്ഥലത്ത് ചായ കുടിച്ച ശേഷം മടങ്ങുമ്പോഴാണ് ജിതേന്ദ്ര മഹാതോ കൊല്ലപ്പെടുന്നത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാഴ്ചക്കിടയിൽ പട്നയിൽ നടന്ന 3ാമത്തെ സംഭവമാണിത്. ഷെയൻ നിഗം നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ബൾട്ടിയുടെ ക്യാരക്ടർ ലുക്ക് ഗ്ലിംപ്സ് വീഡിയോ റിലീസ് ചെയ്തു. സംവിധായകൻ അൽഫോൺ പുത്രന്റെ കഥാപാത്രമാണിത്. സോഡ ബാബു എന്ന കഥാപാത്രത്തെയാണ് അൽഫോൺസ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളത്തിന്റെ പ്രിയ സംവിധായകനായി മാറിയ അൽഫോൺസ് പുത്രന്റെ തികച്ചും വേറിട്ട പ്രകടനമാകും ബൾട്ടിയിലേതെന്നാണ് വീഡിയോ നൽകുന്ന സൂചന. കേരളത്തിൽ സമ്പൂർണ്ണ വികസനം നടത്തിയത് നരേന്ദ്രമോദി സർക്കാരെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വിദേശത്തിരിക്കുന്ന പിണറായി വിജയന് മനസ്സിലാകണം ഇവിടെ BJP സമ്മേളനം നടക്കുന്നുവെന്ന്. ഉച്ചത്തിൽ ഭാരത് മാതാ കി മുദ്രാവാക്യം വിളിക്കണമെന്ന് അമിത് ഷാ പറഞ്ഞു. കേരളത്തിൽ BJPയുടെ ഭാവി ശോഭനമാണ്. കേരളത്തിന്റെ വികസനം BJPയിലൂടെ നടപ്പിലാക്കുമെന്നും അമിത് ഷാ പറഞ്ഞു. കേരളത്തിലെ മതതീവ്രവാദത്തെ ഇല്ലാതാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. PFIയെ ഇല്ലാതാക്കിയത് നരേന്ദ്രമോദി സർക്കാർ. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാ സമയമായിരിക്കുന്നു. തമിഴ്നാട്ടിലും BJP സർക്കാർ ഉണ്ടാക്കും. അമിത് ഷാ വ്യക്തമാക്കി.
ഗുരുപൂർണിമയുടെ ഭാഗമായി കാസർഗോഡ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും പോലീസിനോടും വിശദീകരണം തേടി. വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് സമർപ്പിക്കണം. വിഷയം അടിയന്തര സ്വഭാവത്തിൽ അന്വേഷിക്കണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശം. കാസർഗോഡ് ബന്തെടുക്ക് സരസ്വതി വിദ്യാലയത്തിൽ ഗുരു പൂർണിമ എന്ന പേരിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദസേവ ചെയ്യിച്ച സംഭവം വിവാദമായതിനു പിന്നാലെയാണ് നടപടി. കണ്ണൂർ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലും ആലപ്പുഴ നൂറനാട് വിവേകാനന്ദ വിദ്യാപീഠത്തിലും വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാകുന്നു. അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത വർഷം ഓസ്ട്രേലിയയിൽ നടക്കുന്ന AFC ഏഷ്യൻ കപ്പ് വനിതാ ഫുട്ബോൾ ഫൈനൽ റൗണ്ടിന് ഇന്ത്യ യോഗ്യത നേടിയപ്പോൾ ടീമിൽ കളിക്കാരിയായി പി മാളവികയും അസിസ്റ്റന്റ് കോച്ചായി PV പ്രിയയും കേരളത്തിന്റെ പ്രതിനിധികളായുണ്ടായിരുന്നു. 4 നൂറ്റാണ്ടിന് ശേഷമാണ് ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഒരു മലയാളി താരം സ്ഥാനം കണ്ടെത്തിയത്. മാളവിക തായ്ലൻഡിൽ ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ ആദ്യ മത്സരത്തിൽ മംഗോളിയക്കെതിരെ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങി ഒരു ഗോൾ അടിച്ചു. പിന്നീട് 2 മത്സരങ്ങൾ കൂടി കളിച്ചു. കാസർകോട് നീലേശ്വരം ബംഗളത്ത് പരേതനായ M പ്രസാദിന്റെയും മിനിയുടെയും പുത്രിയാണ് മാളവിക. 11ാം വയസ്സിൽ മാളവികയ്ക്ക് പിതാവിനെ നഷ്ടപ്പെട്ടതാണ്. അണ്ടർ 17 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്യാമ്പിലെത്തിയ മാളവിക ഉസ്ബെക്കിസ്ഥാനെതിരെ സൗഹൃദ മത്സരം കളിച്ചിരുന്നു. ബെംഗളൂരുവിലെ മിസാഗ യുണൈറ്റഡ്, ട്രാവൻകൂർ FC, കെമ്പ് FC, കൊൽക്കത്ത റെയിൻബോ അത്ലറ്റിക് ക്ലബ്ബ്, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുകൾക്കു വേണ്ടി കളിച്ചു. തമിഴ്നാട്ടിലെ മധുര സേതു FCക്കായി കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ വനിതാ ലീഗിൽ തിളങ്ങി. തൃശൂർ കാർമൽ കോളേജിൽ BCom 2ാം വർഷ വിദ്യാർത്ഥിനി. മാളവികയിലൂടെ കേരളം വനിതാ ഫുട്ബോളിൽ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമ്പോൾ പല ജൂനിയർ താരങ്ങൾക്കും മുന്നേറാൻ ആത്മവിശ്വാസം കൈവരും. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കി. പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റങ്ങൾ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. വെയിറ്റേജ് മാറ്റിയത് ശരിയല്ലെന്ന് കോടതി വിലയിരുത്തി. CBSE സിലബസിൽ പഠിക്കുന്ന +2 വിദ്യാർത്ഥിനിയുടെ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. ഗുജറാത്തിലെ വഡോദരയിൽ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണ് 10 പേർ മരിച്ചു. മഹിസാഗർ നദിക്ക് കുറുകെയുള്ള പാലമാണ് തകർന്നത്. അപകടം രാത്രിയിലായതിനാലായിരുന്നു വൻ ദുരന്തം ഒഴിവായത്. NDRF സംഘമാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി സംസാരിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ വീതം സഹായമാണ് പ്രഖ്യാപിച്ചത്. പരുക്കേറ്റവർക്ക് 50,000 രൂപ വീതവും സഹായം നൽകും. കോഴിക്കോട് കാക്കൂരിൽ ചേലാകർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന് ആശുപത്രി അധികൃതർ. മാസം തികയാതെ പ്രസവിച്ച വിവരം കുടുംബം അറിയിച്ചിരുന്നില്ലെന്നാണ് വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം തുടങ്ങി. അതിനിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ക്രിമിനലുകൾക്കും കള്ളക്കടത്തുകാർക്കും പേടി സ്വപ്നമായ പോലീസ് സ്നിഫർ ഡോഗിന് ക്രൂരമായി കൊലപ്പെടുത്തി അജ്ഞാതർ. ഇറ്റലിയിലെ ടാറന്റോയിലാണ് സംഭവം. അപാരമായ ഘ്രാണശേഷിയുള്ള ബ്ലഡ് ഹൗണ്ട് ഇനത്തിലുള്ള പോലീസ് നായ ബ്രൂണോ ആണ് കൊല്ലപ്പെട്ടത്. ഇറ്റലിയിലെ ടാറന്റോയിലെ സംരക്ഷണ കേന്ദ്രത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ 7 വയസ്സുള്ള ബ്രൂണോയെ ചികിത്സ നൽകിയെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. ബ്രൂണോയുടെ ഭക്ഷണത്തിൽ അജ്ഞാതർ ആണികൾ വെച്ചതാണ് പോലീസ് നായയുടെ മരണകാരണം. പോലീസിനും വീരപ്രവർത്തികളിലൂടെ നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായ നായയുടെ കൊലയാളി കണ്ടെത്താൻ സമൂഹമാധ്യമങ്ങളിൽ ആവശ്യം ശക്തമാവുകയാണ്. ഭീരുക്കളുടെ അംഗീകരിക്കാനാവാത്ത ക്രൂരതയാണ് ഈ കൊലപാതകം. പോലീസ് നായയെ ഭക്ഷണത്തിൽ ആണിവെച്ച് കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ വ്യക്തമാവുന്നത്. പോലീസ് നായകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നിയമം കൂടുതൽ ശക്തമാക്കണമെന്നും ആളുകൾ പ്രതികരിക്കുന്നത്. ആർക്കാഞ്ചലോ കാരസ എന്നയാളായിരുന്നു ബ്രൂണോയെ പരിപാലിച്ചിരുന്നത്. ബ്രൂണോയെ കൊലപ്പെടുത്തി തന്നെ അപകടത്തിലാക്കാനോ അക്രമികൾ ശ്രമിച്ചതെന്ന സംശയമാണ് ആർക്കാഞ്ചലോ പോലീസിനോട് വിശദമാക്കിയിട്ടുള്ളത്. 2 പേരെയാണ് സംഭവത്തിൽ സംശയിക്കുന്നതെന്നും ഇയാൾ പോലീസിനോട് വിശദമാക്കിയിട്ടുണ്ട്. പോലീസ് സേനയിലെ മൃഗങ്ങളെ ആക്രമിക്കുന്നവർക്ക് 4 വർഷത്തെ തടവും $70,000 പിഴയും നൽകുന്ന പുതിയ നിയമം ജൂലൈ 1 മുതലാണ് ഇറ്റലിയിൽ പ്രാബല്യത്തിൽ വന്നത്. സേനയിലെ സേവനകാലത്ത് 5ലേറെ പേരെ അപകടമുഖത്തു നിന്നും 4 പേരുടെ മൃതദേഹങ്ങളും ബ്രൂണോ കണ്ടെത്തിയിട്ടുണ്ട്.
ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുഭാഷ് ലളിത സുബ്രഹ്മണ്യന് സംവിധാനം ചെയ്യുന്ന കറക്കം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി. മോളിവുഡിലേക്ക് തുടക്കം കുറിക്കുന്ന ക്രൗൺ സ്റ്റാർസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ കിംബർലി ട്രിനിഡഡ്, അൻബുഷ സിംഗ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണിത്. അഭിരാം രാധാകൃഷ്ണൻ, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോൾ ലാൽ, പ്രവീൺ വിട്ടി, മണികണ്ഠൻ ആചാരി, ബിജു കുട്ടൻ, മിതൂട്ടി, ഷോൺ റോമി, ലെനാസ് ബിച്ചു, ഷാലു റഹീം, വിനീത് തട്ടിൽ, മനോജ് മോസസ്, കെയിൻ സണ്ണി, ശ്രാവൺ, വിഷ്ണു രഘു തുടങ്ങിയവരും അഭിനയിക്കുന്നു. തൃശൂര് പൂരം അലങ്കോലപ്പെട്ട സംഭവത്തില് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം. തിരുവനന്തപുരത്ത് അതീവ രഹസ്യമായാണ് മൊഴിയെടുത്തത്. പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന സംബന്ധിച്ചാണ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നത്. തൃശൂര് പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. അതിൽ DGP എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണമാണ് ബാക്കിയുള്ളത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തത്. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുപ്പ്. തിരുവനന്തപുരം CET പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. സുരേഷ് ഗോപി പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ആംബുലൻസിലെത്തിയത് അടക്കം ഉദ്യോഗസ്ഥരെ ചോദിച്ചറിഞ്ഞു. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ പാറമടയിലുണ്ടായ അപകടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. 2 അതിഥി തൊഴിലാളികളായിരുന്നു അപകടത്തിൽപ്പെട്ടത്. കോന്നി പഞ്ചായത്തിൽ മാത്രം 8ഓളം ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. ദുരന്തമുണ്ടായ ക്വാറിയടക്കം ഇതിൽ പലതും അപകടകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആക്ഷേപം. മഹാരാഷ്ട്രയിലെ ഭാര്യയും കാമുകനും ചേർന്ന് കിടപ്പു രോഗിയായ 38-കാരനെ കൊലപ്പെടുത്തി. തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സ്വാഭാവിക മരണമെന്ന് വരുത്തിത്തീർക്കാൻ പ്രതികൾ ശ്രമിച്ചെങ്കിലും പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് കൊലപാതകമാണെന്ന വിവരം പുറത്തുവന്നത്. ചന്ദ്രാസന എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലില് ദിശ കുറ്റം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിലവിലെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 15 വർഷത്തിനിടെ ബലാത്സംഗം ചെയ്യപ്പെട്ട നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിക്കേണ്ടി വന്നെന്ന് കർണാടക മംഗളൂരുവിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. 1998 മുതൽ 2014 വരെയുള്ള കാലയളവിലാണ് സംഭവം എന്ന് മംഗളൂരു ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി പരാതിയിൽ പറയുന്നു. ക്ഷേത്രം സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇതൊക്കെ ചെയ്തതെന്നാണ് പരാതിക്കാരൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ ഫോട്ടോ കൈമാറിയതായും വിവരമുണ്ട്. മൃതദേഹങ്ങളിൽ മുറിവേറ്റ പാടുകൾ കണ്ടെത്തി. ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന് സൂചന നൽകുന്ന പാടുകളാണ് കണ്ടെത്തിയത്. കോടതിയുടെ അനുമതിയോടെ പോലീസ് കേസെടുത്തു. സാന്ദ്ര തോമസിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. സമൂഹമാധ്യമങ്ങളിലൂടെ തുടർച്ചയായി തന്നെ സാന്ദ്ര അപമാനിച്ചതിനാണ് കേസ് നൽകിയിരിക്കുന്നത്. 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് നൽകിയിരിക്കുന്നത്. മലയാള സിനിമയെ നശിപ്പിക്കുന്നു, മലയാള സിനിമയെ പിടിച്ചെടുക്കാനും ശ്രമിക്കുന്നു തുടങ്ങിയ പരാമർശങ്ങൾക്കെതിരെയാണ് മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരാമർശങ്ങൾക്കെതിരെ നേരത്തെ പ്രൊഡക്ഷൻ കൺട്രോളർമാരും സാന്ദ്ര തോമസിനെതിരെ മാനനഷ്ട കേസ് നൽകിയിരുന്നു. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവ് മറ്റു പല സിനിമകൾക്കും കൂടി പലിശയ്ക്ക് പണം നൽകുന്ന ആളാണെന്നും മലയാള സിനിമയുടെ സമസ്ത മേഖലകളും ലിസ്റ്റിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണമെന്ന താൽപര്യം അദ്ദേഹത്തെക്കാൾ കൂടുതൽ സംസ്ഥാനത്തിനു പുറത്തുള്ള കള്ളപ്പണ ലോബിക്കാണെന്നും ആരോപിക്കുന്ന ചില കുറിപ്പുകൾ സാന്ദ്ര തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരുന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ കേസിൽ അറസ്റ്റിലായ ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണത്തില്. ടൂറിസം വകുപ്പിന്റെ വിവരാവകാശ മറുപടി പുറത്ത്. ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രമോഷന് നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉണ്ട്. ടൂറിസം വകുപ്പ് പണം നൽകിയാണ് ഇവരെ എത്തിച്ചത്. യാത്രയും താമസവും ഒരുക്കിയതും ടൂറിസം വകുപ്പ്. ടൂറിസത്തിന്റെ പുനരുജ്ജീവനമായിരുന്നു ലക്ഷ്യം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പട്ടികയിൽപ്പെടുത്തി 41 പേരെ എത്തിച്ചതില് ജ്യോതി മൽഹോത്രയും. എന്നാൽ സർക്കാർ അതിഥി ആയിരുന്നില്ല ഇവര്. പിൻഗാമിയെ നിശ്ചയിക്കാൻ ദലൈലാമയെ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് ചൈന. പിൻഗാമിയെ തീരുമാനിക്കാൻ ദലൈലാമയ്ക്ക് അധികാരമില്ലെന്നും 700 വർഷത്തെ പാരമ്പര്യത്തെ വ്യക്തിപരമാക്കാനാവില്ലെന്നും ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ സോ ഫേ ഹോങ് വ്യക്തമാക്കി. 14ാം ദലൈലാമയും ആ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. പുനർജന്മം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദലൈലാമയിലല്ല. പുനർജന്മ സമ്പ്രദായം തുടരണമോ നിർത്തലാക്കണമോ എന്നതും ദലൈലാമയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ലെന്നും ചൈനീസ് അംബാസഡർ വ്യക്തമാക്കി. 130 വയസ്സുവരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുശേഷമാവും പിന്തുടർച്ചാവകാശിയെ പ്രഖ്യാപിക്കുകയെന്നും ദലൈലാമ വ്യക്തമാക്കിയിരുന്നു.
എന്നാൽ ചൈനീസ് നിയമങ്ങൾക്ക് വിധേയനായിട്ടായിരിക്കും പിൻഗാമി നിയമിക്കപ്പെടുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചൈന. പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനൊരുങ്ങി മൈക്രോസോഫ്റ്റ്. 25 വർഷത്തെ സേവനങ്ങൾക്കാണ് അവസാനമാകുന്നത്. 2000 ജൂണിലാണ് കമ്പനി പാകിസ്ഥാനിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. പാകിസ്ഥാനിലെ മൈക്രോസോഫ്റ്റ് സ്ഥാപക മേധാവിയായ ജവാദ് റഹ്മാൻ തന്റെ ലിങ്ക്ഡിൻ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഒരു യുഗത്തിന്റെ അവസാനം, മൈക്രോസോഫ്റ്റ് പാകിസ്ഥാൻ എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. പാകിസ്ഥാനിൽ മൈക്രോസോഫ്റ്റിന്റെ സേവനം നിലനിർത്തുന്നതിനായി കമ്പനിയുടെ ആഗോള പ്രാദേശിക നേതൃത്വവുമായി ചർച്ച ചെയ്യണമെന്ന് IT മന്ത്രിയോടും പാകിസ്ഥാൻ സർക്കാരിനോടും അഭ്യർത്ഥിച്ചതായും റഹ്മാൻ വ്യക്തമാക്കി. മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ദുരന്തർ എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ടീസറാണ്. രൺവീർ സിംഗ് നായകനായി എത്തുന്ന ചിത്രത്തിൽ ആൻ മരിയ കലിപ്പിലാണ്. ദൈവതിരുമകൾ, പൊന്നിയിൻ സെൽവൻ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ സാറ അർജുനാണ്. ടീസർ വൻ സ്വീകാര്യത നേടിയതിനൊപ്പം തന്നെ നായികയുടെയും നായകന്റെയും പ്രായം ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങളും എക്സ് പ്ലാറ്റ്ഫോമിൽ നിറയുകയാണ്. സാറ അർജുന് പ്രായം 20 ആണ്, രൺവീർ സിംഗിന് 40. ഇക്കാര്യമാണ് ചിലർ വിമർശനത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. 40-കാരന്റെ റൊമാൻസ് 20-കാരിയോട് നാണമില്ലേ രൺവീറെ എന്നാണ് ഒരാൾ കമന്റിൽ കുറിച്ചിരിക്കുന്നത്. ബോളിവുഡിലെ നായികമാർക്ക് ഇത്രയും ദാരിദ്ര്യമോ എന്നും ഇത്രയും പ്രായം കുറഞ്ഞ ആളെയാണോ രൺവീറിന് നായികയായി കൊടുക്കുന്നതെന്നും വിമർശനമുണ്ട്. ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ പോക്കിതെങ്ങോട്ട് എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലായി സൈബർ കുറ്റവാളികൾ ഉപയോഗിച്ച 8.5 ലക്ഷം വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി CBI. സൈബർ കുറ്റകൃത്യം വഴി ശേഖരിക്കുന്ന പണം നിക്ഷേപിക്കാനാണ് 743 ബാങ്ക് ശാഖകളിൽ പ്രതികൾ അക്കൗണ്ട് തുടങ്ങിയത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് തുടങ്ങിയ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് 10 പേരെ CBI അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ ഞാവൽ പഴമിട്ട് വാറ്റിയ മദ്യവുമായി ഒരാൾ പിടിയിൽ. വരന്തരപ്പള്ളി സ്വദേശി രമേശാണ് ഓട്ടോറിക്ഷയിൽ മദ്യം എത്തിച്ചു വിൽപ്പന നടത്തുന്നതിനിടെ പിടിയിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. 5 ലിറ്റർ ചാരായം പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് മുന്നോടിയായി നടക്കുന്ന താരലേലത്തില് സഞ്ജുവിന് പിന്നാലെ സഹോദരന് സാലി സാംസണെയും ടീമിലെത്തിച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. KCL പ്രഥമ സീസണിലും സാലി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗമായിരുന്നു. കേരളത്തിൽ അടിപൊളി റെയിൽവേ എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. 3-4 മടങ്ങാണ് കേരളത്തിനായുള്ള റെയിൽവേ ബജറ്റ് വർദ്ധിപ്പിച്ചത്. കേരളത്തിലെ റെയിൽവേ അലൊക്കേഷൻ പ്രധാനമന്ത്രി വർദ്ധിപ്പിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മംഗലാപുരം, കാസർഗോഡ്, ഷൊർണൂർ 4 വരെയാകുന്നത് ആലോചനയിലാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം നടത്തുക. ഇത് നിലവിലെ ശേഷിയുടെ 4 മടങ്ങായിരിക്കും. അങ്കമാലി, ശബരിമല റെയിൽപാതയ്ക്ക് മുൻഗണന നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി നടപടികൾ വേഗത്തിലാകാൻ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിനോട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി. ഷൊർണൂർ എറണാകുളം പാത 3 വരിയാക്കും. എറണാകുളം കായംകുളം പാതയും കായംകുളം തിരുവനന്തപുരം പാതയും വികസിപ്പിക്കും. കേരളത്തിന് വന്ദേഭാരത് ട്രെയിൻ കിട്ടില്ല എന്ന് ചിലർ പ്രചരിപ്പിച്ചു. എന്നാൽ 2 വന്ദേഭാരത് സർവീസുകൾ ഇപ്പോൾ കേരളത്തിലുണ്ടെന്നും കേരളത്തിന് വലിയ IT ഹബ്ബ് ആകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളുടെ പുതിയ സമയക്രമത്തിന് അംഗീകാരമായി. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചുചേർത്ത അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ഇതോടെ 8 മുതൽ 10 വരെ ക്ലാസുകളിലെ പഠനസമയം അരമണിക്കൂർ വർദ്ധിക്കും. രാവിലെ 9:45 ആരംഭിച്ച് വൈകിട്ട് 4:15 വരെയാണ് പുതിയ സ്കൂൾ സമയം. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലായി സൈബർ കുറ്റവാളികൾ ഉപയോഗിച്ച 8.5 ലക്ഷം വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി CBI. സൈബർ കുറ്റകൃത്യം വഴി ശേഖരിക്കുന്ന പണം നിക്ഷേപിക്കാനാണ് 743 ബാങ്ക് ശാഖകളിൽ പ്രതികൾ അക്കൗണ്ട് തുടങ്ങിയത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് തുടങ്ങിയ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് 10 പേരെ CBI അറസ്റ്റ് ചെയ്തു. തൃശൂരിൽ ഞാവൽ പഴമിട്ട് വാറ്റിയ മദ്യവുമായി ഒരാൾ പിടിയിൽ. വരന്തരപ്പള്ളി സ്വദേശി രമേശാണ് ഓട്ടോറിക്ഷയിൽ മദ്യം എത്തിച്ചു വിൽപ്പന നടത്തുന്നതിനിടെ പിടിയിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. 5 ലിറ്റർ ചാരായം പിടിച്ചെടുത്തിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് മുന്നോടിയായി നടക്കുന്ന താരലേലത്തില് സഞ്ജുവിന് പിന്നാലെ സഹോദരന് സാലി സാംസണെയും ടീമിലെത്തിച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. KCL പ്രഥമ സീസണിലും സാലി കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗമായിരുന്നു.
കേരളത്തിൽ അടിപൊളി റെയിൽവേ എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് 3-4 മടങ്ങാണ് കേരളത്തിനായുള്ള റെയിൽവേ ബജറ്റ് വർദ്ധിപ്പിച്ചത്. കേരളത്തിലെ റെയിൽവേ അലൊക്കേഷൻ പ്രധാനമന്ത്രി വർദ്ധിപ്പിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മംഗലാപുരം, കാസർഗോഡ്, ഷൊർണൂർ 4 വരെ ആകുന്നത് ആലോചനയിലാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം നടത്തുക. ഇത് നിലവിലെ ശേഷിയുടെ 4 മടങ്ങായിരിക്കും. അങ്കമാലി, ശബരിമല റെയിൽപാതയ്ക്ക് മുൻഗണന നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി നടപടികൾ വേഗത്തിലാകാൻ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിനോട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി. ഷൊർണൂർ എറണാകുളം പാത 3 വരിയാക്കും. എറണാകുളം കായംകുളം പാതയും കായംകുളം തിരുവനന്തപുരം പാതയും വികസിപ്പിക്കും. കേരളത്തിന് വന്ദേഭാരത് ട്രെയിൻ കിട്ടില്ല എന്ന് ചിലർ പ്രചരിപ്പിച്ചു. എന്നാൽ 2 വന്ദേഭാരത് സർവീസുകൾ ഇപ്പോൾ കേരളത്തിലുണ്ടെന്നും കേരളത്തിന് വലിയ IT ഹബ്ബ് ആകുമെന്നും അദ്ദേഹം പറഞ്ഞു. സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സനാതനധർമ്മം വരും തലമുറയെ പഠിപ്പിക്കണം. കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവർ സനാതനധർമ്മത്തെ ബഹുമാനിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു ഗവർണറുടെ പരാമർശം. തെരുവിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പശുക്കൾക്കായി ക്ഷേത്രങ്ങളിൽ ഗോശാലകൾ നിർമ്മിക്കണം. ഇതിന് ഒരുപാട് സഹായം ലഭിക്കുമെന്നും ക്ഷേത്ര ദേവസ്വങ്ങൾ ഇവ നിർമ്മിക്കാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തച്ചനാട്ടുകര സ്വദേശിനിയായ നിപ്പ രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ അതീവ ജാഗ്രതയോടുകൂടിയാണ് 39-കാരിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിപ്പ വാർഡിൽ ഇവരെ പ്രവേശിപ്പിച്ചു. സമീപകാലത്ത് സൗന്ദര്യവർദ്ധനയ്ക്ക് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആന്റിഓക്സിഡന്റാണ് ഗ്ലൂട്ടാത്തയോൺ. ചർമ്മത്തിന് തിളക്കം നൽകാനും ചുളിവുകൾ കുറക്കാനും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളെ തടയാനും ഇത് സഹായിക്കുന്നു. ചർമ്മത്തിന്റെ പ്രോട്ടീനുകൾക്കും ഹൈലൂറോണിക് ആസിഡിനും ഉണ്ടാകുന്ന നഷ്ടമാണ് മങ്ങിയതും അയഞ്ഞതുമായ ചർമ്മത്തിനു കാരണം. പലപ്പോഴും ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷനുകൾ പോലുള്ള ചികിത്സകൾ ലഭ്യമാണെങ്കിലും അവയ്ക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഗ്ലൂട്ടാത്തയോൺ നല്ലതാണോ ചീത്തയാണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുമ്പോഴും ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും ചില ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂട്ടാത്തയോണിന്റെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നത് ശ്രദ്ധേയമാണ്. ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മികച്ച ആരോഗ്യം നിലനിർത്താൻ പ്രയോജനകരമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്. 2 മന്ത്രിമാരാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പകരം അത് അടച്ചിട്ട സ്ഥലമാണെന്നും ഒരു മനുഷ്യനും അതിനുള്ളിലെ ഇല്ല എന്ന് പ്രസംഗിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. അവരെ ഇത്തരത്തിൽ പറഞ്ഞതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അപ്പോൾ ആരാണ് മരണത്തിന്റെ വ്യാപാരിയെന്നും അദ്ദേഹം ചോദിച്ചു. രക്ഷാപ്രവർത്തനം പിന്നീട് നടന്നത് ചാണ്ടി ഉമ്മന് വന്ന ശേഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പരാതി നൽകി ആം ആദ്മി പാർട്ടി. അപകടം ഗുരുതരമല്ലെന്ന വ്യാഖ്യാനം രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചുവെന്നും പരാതി. ആരോഗ്യമന്ത്രി വീണ ജോർജ്, മന്ത്രി VN വാസവൻ, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കെതിരെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത്. ജമ്മു ശ്രീനഗർ ഹൈവേയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. അമർനാഥിലേക്ക് തീർത്ഥാടകരുമായി പോയിരുന്ന ബസ്സുകളാണ് കൂട്ടിയിടിച്ചത്. 36 തീർത്ഥാടകർക്ക് നിസ്സാര പരുക്കുകളേറ്റു. പരുക്കേറ്റവരെ റംബാനിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. നിയന്ത്രണം വിട്ട ബസ് നിർത്തിയിട്ടിരുന്ന മറ്റു ബസ്സുകളിലേക്ക് ഇടിക്കുകയായിരുന്നു. 4 ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജമ്മു ഭഗവതി നഗറിൽ നിന്ന് തെക്കൻ കശ്മീരിലെ പഹൽഗാം ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വാഹനവ്യൂഹത്തിന്റെ ഭാഗമായിരുന്നു ബസ്സുകൾ. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ചന്ദർകൂട്ടിന് സമീപം രാവിലെ 8 മണിയോടെയാണ് അപകടം നടന്നതെന്ന് അധികൃതർ അറിയിച്ചു. ബസ്സുകളിൽ ഒന്നിന്റെ ബ്രേക്ക് തകരാറിലായതാണ് കൂട്ടിയിടിക്ക് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. ജൂലൈ 5 രാവിലെ ജപ്പാനിലെ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന റിയോ തത്സുഗിയുടെ പ്രവചനം പാളി. ഇന്ന് രാവിലെ ജപ്പാനിലെ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു തത്സുഗിയുടെ പ്രവചനം. തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെടുകയും വിനോദസഞ്ചാരികളുടെ വരവ് കുറയുകയും ചെയ്തിരുന്നു. പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം ജപ്പാനിലേക്കുള്ള നിരവധി വിമാനയാത്രകൾ റദ്ദാക്കപ്പെട്ടിരുന്നു. തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാന് $3.9 ബില്യൺ നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. കോഴിക്കോട് ആശുപത്രിയിൽ മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്കും നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 ജില്ലകളില് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ 345 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു.
പത്തനംതിട്ട അടൂരിലെ അനാഥാലയത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായ സംഭവത്തിൽ നടത്തിപ്പുകാരി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഗർഭിണിയായ പെൺകുട്ടിയെ പിന്നീട് നടത്തിപ്പുകാരിയുടെ മകൻ വിവാഹം കഴിച്ചെങ്കിലും പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായെന്ന പരാതിയിൽ അടൂർ പോലീസ് കേസെടുത്തിരുന്നു. മണിപ്പൂരിൽ വൻ ആയുധവേട്ട. പോലീസും അസം റൈഫിൾസും സൈന്യവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 203 തോക്കുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. ഇന്നലെയും ഇന്നുമായാണ് 4 മലയോര ജില്ലകളിൽ പരിശോധന നടത്തിയത്. പിടിച്ചെടുത്തവയിൽ AK സീരീസിലുള്ളതും 21 ഇൻസാസ് റൈഫിളുകളും. പരിശോധനകൾ തുടരുമെന്ന് പോലീസ് അറിയിച്ചു. പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിക്കുന്ന ബോളിവുഡ് ചിത്രം സർസമീന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. ആക്ഷൻ ത്രില്ലർ സ്വഭാവത്തിൽ കയോസെ ഇറാനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ഒരു പട്ടാള ഉദ്യോഗസ്ഥന്റെ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. സെയ്ഫ് അലി ഖാന്റെ മകൻ ഇബ്രാഹിം അലി ഖാൻ അരങ്ങേറ്റം നടത്തുന്ന ചിത്രത്തിൽ കാജോളാണ് പൃഥ്വിരാജിന്റെ നായികയാകുന്നത്. മലയാളത്തിലെ ഏറെ ശ്രദ്ധ നേടിയ നിർമ്മാണ കമ്പനികളിലെ ഒന്നായ ഭാവന സ്റ്റുഡിയോസിന്റെ 6ാമത്തെ ചിത്രം പ്രഖ്യാപിച്ചു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തന്, ഫഹദ് ഫാസില്, ശ്യാം പുഷ്കരന് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ ബത്ലഹേം കുടുംബ യൂണിറ്റി-യിൽ നിവിൻ പോളിയും മമിത ബൈജുവുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. പ്രേമലു സംവിധാനം ചെയ്ത ഗിരീഷ് എഡിയാണ് സംവിധായകൻ. ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ടെസ്റ്റിന്റെ 180 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിൽ ആദ്യ വിക്കറ്റ് നഷ്ടം. ബെർമിംഗ്ഹാമിലെ 3ാം ദിനം അവസാനിക്കുമ്പോൾ 1-64 എന്ന നിലയിലാണ് ഇന്ത്യ. യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ജോഷ് ടങ്കിന്റെ പന്തിലെ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു താരം. നിലവിലെ 244 റൺസിന്റെ ലീഡായി ഇന്ത്യക്ക്. നേരത്തെ ബെർമിംഗ്ഹാമിലെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 587-നെതിരെ ഇംഗ്ലണ്ട് 407-ന് പുറത്താവുകയായിരുന്നു. ജാമി സ്മിത്ത്, ഹാരി ബ്രൂക്ക് എന്നിവരുടെ പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ മാന്യമായ സ്കോറിലേക്ക് നയിച്ചത്. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് സിറാജ് 6ഉം ആകാശ്ദീപ് 4ഉം വിക്കറ്റ് വീഴ്ത്തി. ശുഭ്മാൻ ഗില്ലിന്റെ ഇരട്ട സെഞ്ചുറിയാണ് ഒന്നാം ഇന്നിംഗ്സിലെ ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചിരുന്നത്. കേരളത്തിൽ അടിപൊളി റെയിൽവേ എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. 3-4 മടങ്ങാണ് കേരളത്തിനായുള്ള റെയിൽവേ ബജറ്റ് വർദ്ധിപ്പിച്ചത്. കേരളത്തിലെ റെയിൽവേ അലൊക്കേഷൻ പ്രധാനമന്ത്രി വർദ്ധിപ്പിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. മംഗലാപുരം, കാസർഗോഡ്, ഷൊർണൂർ 4 വരെ ആകുന്നത് ആലോചനയിലാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം നടത്തുക. ഇത് നിലവിലെ ശേഷിയുടെ 4 മടങ്ങായിരിക്കും. അങ്കമാലി, ശബരിമല റെയിൽപാതയ്ക്ക് മുൻഗണന നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി നടപടികൾ വേഗത്തിലാകാൻ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിനോട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി. ഷൊർണൂർ എറണാകുളം പാത 3 വരിയാക്കും. എറണാകുളം കായംകുളം പാതയും കായംകുളം തിരുവനന്തപുരം പാതയും വികസിപ്പിക്കും. കേരളത്തിന് വന്ദേഭാരത് ട്രെയിൻ കിട്ടില്ല എന്ന് ചിലർ പ്രചരിപ്പിച്ചു. എന്നാൽ 2 വന്ദേഭാരത് സർവീസുകൾ ഇപ്പോൾ കേരളത്തിലുണ്ടെന്നും കേരളത്തിന് വലിയ IT ഹബ്ബ് ആകുമെന്നും അദ്ദേഹം പറഞ്ഞു. സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സനാതനധർമ്മം വരും തലമുറയെ പഠിപ്പിക്കണം. കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവർ സനാതനധർമ്മത്തെ ബഹുമാനിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു ഗവർണറുടെ പരാമർശം. തെരുവിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പശുക്കൾക്കായി ക്ഷേത്രങ്ങളിൽ ഗോശാലകൾ നിർമ്മിക്കണം. ഇതിന് ഒരുപാട് സഹായം ലഭിക്കുമെന്നും ക്ഷേത്ര ദേവസ്വങ്ങൾ ഇവ നിർമ്മിക്കാൻ മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ിലെത്തി തൃശൂർ പോലീസ് പിടികൂടിയ ബീഹാറുകാരി മയക്കുമരുന്ന് മൊത്തക്കച്ചവടക്കാരിയെന്ന് അന്വേഷണ സംഘം. MDMA മൊത്തക്കച്ചവടക്കാരിയായ ബീഹാർ സ്വദേശി സീമ സിൻഹയാണ് ഗുരുഗ്രാമിൽ നിന്ന് തൃശൂർ പോലീസിന്റെ പിടിയിലായത്. 10 ദിവസത്തിനുള്ളിൽ 1 കോടി രൂപയുടെ ഇടപാട് ഇവർ നടത്തിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. തിരുവനന്തപുരം ആര്യനാട് ഭാര്യയെ ക്രിക്കറ്റ് ബാറ്റുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ഭർത്താവ് അറസ്റ്റിൽ. ആര്യനാട് പുതുകുളങ്ങര സ്വദേശി ഹക്കീമാണ് ആര്യനാട് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. രാവിലെ 9 മണിയോടെ മദ്യപിച്ച് വീട്ടിലെത്തിയ ഹക്കീം ഭാര്യ സെലീനയുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് തലയിലും മുഖത്തും അടിക്കുകയുമായിരുന്നു. ഫ്ളാറ്റുകൾ വാടകക്കെടുത്ത് ഉടമയറിയാതെ പണയം വെച്ചുള്ള തട്ടിപ്പില് കൊച്ചിയില് മാത്രം ഇരകളായത് 300-ലേറെ പേര്. വാഴക്കാലയില് വാടകയ്ക്ക് താമസിക്കുന്ന മിന്റുവും വനിത സുഹൃത്തും ചേർന്ന് തട്ടിയത് കോടികളാണ്. ഒരു ഫ്ളാറ്റ് തന്നെ പരസ്പരം അറിയാതെ പലർക്കായി പണയം വെച്ചായിരുന്നു തട്ടിപ്പ്.
6.5 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് പണയത്തിനെടുത്ത് വ്യക്തി താമസിക്കാനെത്തിയപ്പോഴാണ് ഇതേ ഫ്ളാറ്റിൽ താമസിക്കാന് മറ്റ് 2 കുടുംബങ്ങൾ എത്തുന്നത്. ഇതേ ഫ്ളാറ്റ് കാട്ടി ആ 2 പേരിൽ നിന്ന് വാങ്ങിയത് 8 ലക്ഷം വീതം. 3 പേർക്കും പണം നഷ്ടമായെന്ന് മാത്രമല്ല ഫ്ളാറ്റ് പണയത്തിനും ലഭിച്ചില്ല. വാഴക്കാലയിൽ താമസിക്കുന്ന മിന്റുവും വനിത സുഹൃത്തും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. മിന്റു പിടിയിലായെങ്കിലും വനിത സുഹൃത്തിനായി അന്വേഷണം തുടരുകയാണ്. വളരെ ചെറിയ ചെടികളാണ് മൈക്രോഗ്രീൻസ്. ആദ്യം വിത്ത് ഉപയോഗിച്ച് ഇതിനെ വളർത്തിയെടുക്കുന്നു. 3 ആഴ്ചക്കുള്ളിൽ തന്നെ ഇത് വിളവെടുക്കാറുമുണ്ട്. സാലഡിലും സാൻഡ്വിച്ചിലും ഗാർണിഷ് ചെയ്യാനുമൊക്കെ മൈക്രോഗ്രീൻസ് ഉപയോഗിക്കാറുണ്ട്. നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മൈക്രോഗ്രീൻസ് എളുപ്പത്തിൽ വീട്ടിൽ വളർത്താൻ സാധിക്കും. ഇത് തോട്ടത്തിൽ തന്നെ വളർത്തണമെന്നില്ല. ചെറിയ പാത്രം ഉപയോഗിച്ച് വളർത്തിയെടുക്കാൻ സാധിക്കും. സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് മൈക്രോഗ്രീൻസ് നന്നായി വളരുന്നു. നല്ല മണ്ണും ഗുണമേന്മയുള്ള വിത്തുകളും കുറച്ച് വെള്ളവും മാത്രമാണ് മൈക്രോഗ്രീൻസ് വളർത്താൻ ആവശ്യം.